ഹലോ. ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു പുഞ്ചിരിക്ക് ആരോഗ്യമുള്ള പല്ലുകൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു? എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? മനുഷ്യ ശരീരത്തിലെ ഓവറോൾ ആരോഗ്യത്തോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ പല്ലുകളുടെ ആരോഗ്യവും. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ പല്ലിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് സൗന്ദര്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഡെന്റിസ്റ്റുകളെ കാണാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഡെന്റിസ്റ്റുകൾ, ദന്ത ഡോക്ടർമാർ നമ്മുടെ ജീവിതത്തിൽ അവരുടെ സേവനത്തിൻ്റെ പ്രാധാന്യം വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഈ ഡെന്റിസ്റ്റുകളോടുള്ള ഒരു റെസ്പെക്റ്റ്, അവരുടെ എഫേർട്ടിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ, അതൊക്കെ ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് നാഷണൽ ഡെന്റിസ്റ്റ് ഡേ. എന്നാണ് നാഷണൽ ഡെന്റിസ്റ്റ് ഡേ? ഇറ്റ് ഇസ് ടുഡേ, മാർച്ച് 6. മാർച്ച് 6 നാഷണൽ ഡെന്റിസ്റ്റ് ഡേ. നമ്മുടെ പല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സാണ് ഡെന്റിസ്റ്റ് എന്ന് പറയുന്നത്. പല്ലുകളെപ്പറ്റി പഠിക്കുന്ന ആ ഒരു പഠനശാലയ്ക്ക് പറയുന്ന പേര് ഒഡന്റോളജി എന്നാണ്. മനുഷ്യനിൽ 32 പല്ലുകളാണ് സ്ഥിരദന്തങ്ങളുള്ളത്, 20 പല്ലുകളാണ് ബാലമൂലങ്ങൾ എന്നറിയപ്പെടുന്നത്. 4 സെറ്റ് ഓഫ് പല്ലുകളാണ് നമുക്കുള്ളത്: ഇൻസേഴ്സ്, കനൈൻസ്, മോളാസ്, പ്രീമോളാസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഉളിപ്പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കാൻ സഹായിക്കുമ്പോൾ കോമ്പല്ലുകൾ ആഹാരത്തെ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ചർവണകങ്ങളും അഗ്രചർവണകങ്ങളും ആഹാരത്തെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം നമ്മുടെ പല്ലിലാണ്. ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ആ ഭാഗം? പല്ലിൻ്റെ പുറമേയുള്ള ഒരു സംരക്ഷണ ഭാഗമാണ്. അതിൻ്റെ പേരെന്താണ്? വിച്ച് ഇസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് അവർ ഹ്യൂമൻ ബോഡി? ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറക്കണ്ട, മാർച്ച് 6 നാഷണൽ ഡെന്റിസ്റ്റ് ഡേ ആണ്. നിങ്ങൾക്കറിയാവുന്ന ദന്ത ഡോക്ടർമാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അവരുടെ പേര്, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡെന്റിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ പേര് കമൻറ്റിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്.